ജാസ്മിനും ജിൻഡോയും ജയിലിലേക്ക് പോയിരിക്കുന്നു. പക്ഷേ ജയിലിനകത്ത് ഭയങ്കര പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജയിലിനകത്ത് വെച്ച് ജാസ്മിൻ ജിൻഡോയെ അടിക്കുന്ന കാഴ്ച വരെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്താണ് അവിടുത്തെ പ്രശ്നം? അവിടെ കിടക്കുന്ന ആ കിടപ്പ് ശരിയല്ല എന്നാ പറയുന്നത്. ജിൻഡോ അങ്ങോട്ട് മാറിക്കിടക്കല്ലേ, ഇങ്ങോട്ട് മാറിക്കിടക്ക്. അപ്പോൾ ജിൻഡോ പറയുന്നു, നിനക്ക് അവിടെ കിടക്കാമെങ്കിൽ നീ കിടന്നാൽ മതി, ഇല്ലേ കിടക്കണ്ട, AC-യുടെ കാറ്റും കൊണ്ട് സുഖിച്ച് കിടക്കാനുള്ള സ്ഥലം അല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ ശരിക്കും ജാസ്മിനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ജാസ്മിൻ ആണെന്നുണ്ടെങ്കിൽ നിസാര കാര്യങ്ങൾ മതി ഇപ്പോൾ ജാസ്മിനെ പ്രൊവോക്ക് ചെയ്യാൻ. കാരണം ഒരു വിധത്തിൽ പറഞ്ഞാൽ ജാസ്മിൻ പൊറുതി മുട്ടി നിൽക്കുകയാണ്. എല്ലാ മേഖലയിൽ നിന്നും ഒരുപോലെ അടി ജാസ്മിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതലും ആരംഭിച്ചത് വൈൽഡ് കാർഡ്സ് അകത്ത് കയറിയതിനു ശേഷമാണ്. പുറത്ത് ഇവരാകെപ്പാടെ തേഞ്ഞൊട്ടി നിൽക്കുകയാണ് എന്നുള്ള കാര്യം ശരിയായിട്ട് ആ വീട്ടിലെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും എന്ത് കാര്യത്തിനും ജാസ്മിൻ ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ജാസ്മിന്റെ ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള രീതി, വെറുതെ ബഹളം വെക്കുക, വായി വരുന്നതെല്ലാം വിളിച്ചു പറയുക, ആര് എന്തു പറഞ്ഞാലും ചീത്ത പറയുക എന്നുള്ള രീതിയിലേക്ക് ജാസ്മിൻ എത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര വാക്കുകളോ നിസ്സാരമായൊരു നോട്ടമോ പോലും ജാസ്മിനെ ട്രിഗർ ചെയ്യാൻ പറ്റും. ആ പ്രകോപനത്തിൽ ജാസ്മിൻ വീഴും എന്നുള്ളത് ആ വീട്ടിൽ എല്ലാ ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെയും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുവാൻ അവസരം കിട്ടാതിരുന്ന വ്യക്തികൾ, സ്ക്രീൻ സ്പേസ് ലഭിക്കാതിരുന്ന വ്യക്തികൾ, അവർക്കൊക്കെ ഗെയിം ചെയ്യാൻ പറ്റിയ ഒരു സമയമാണിത്. കാരണം എല്ലാ ആൾക്കാരും ജാസ്മിനിലേക്ക് തന്നെ കയറുന്ന ഒരു കയറ്റമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വശത്തേക്ക് എന്ന് കഴിഞ്ഞാൽ ജിൻഡപ്പന് പുറത്ത് മാരകമായൊരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് ആൾക്കാർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജിൻഡോ എടുക്കൽ കളിക്കാൻ ആരും പോകത്തില്ല. ജിൻഡോ എടുക്കൽ ഒരു പ്രശ്നവും ഉണ്ടാക്കുവാനും ആരും തയ്യാറാകുന്നില്ല. എല്ലാവർക്കും പ്രേക്ഷകരെ ഭയമാണ്. എന്തൊരു ഗെയിമാണിതല്ലേ! ഇങ്ങനെയാണ് ബിഗ് ബോസിനകത്ത് മത്സരം നടക്കേണ്ടത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ജാസ്മിനെ നിയന്ത്രിക്കേണ്ട സമയങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന സമയത്ത് ഒന്നുകൂടി ജാസ്മിനെ എടുത്ത് കൊടയുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ജാസ്മിൻ ഷോ ക്വിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ജാസ്മിൻ ഈ കൈക്ക് നേരെയാകാനുള്ള സാധ്യതയുമുണ്ട്. പ്രയോഗിക്കേണ്ട രീതിയിൽ ഒരായുധം ജാസ്മിനെതിരെ പ്രയോഗിച്ചാൽ ഇവിടം കൊണ്ട് ഇത് നന്നാകാനാ സാധ്യതയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ലാലേട്ടൻ അത് പറയുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. കാരണം അത്രമാത്രം ജാസ്മിൻ്റെ നാവ് വല്ലാതെ വൃത്തികെട്ട രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ജാസ്മിൻ്റെ ഒരു ചിന്ത ഈ ബഹളം വെച്ച് കഴിഞ്ഞാൽ അതാണ് എല്ലാം എന്നൊരു രീതിയാണ്. ആർക്കുമെതിരെ ഏത് രീതിയിലും ബഹളം ഉണ്ടാക്കുക, മറ്റുള്ളവർ സംസാരിക്കുന്നതിനേക്കാളും ഉച്ചത്തിൽ സംസാരിച്ച് അവിടെ വല്ലാത്തൊരു പ്രശ്ന അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എന്തോ സംഭവമാകും എന്ന രീതിയിലാണോ എന്നെനിക്ക് അറിയില്ല. എന്തായാലും ജാസ്മിൻ കലബലാന്ന് ബഹളം വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ജയിലിനകത്ത് വെച്ചത് ജിൻഡപ്പനെ തല്ലിയിട്ടുണ്ട്, അങ്ങോട്ട് മാറിക്കിടക്കടൂ എന്ന് പറഞ്ഞുകൊണ്ട് തല്ലുകയാണ്. ഫിസിക്കൽ അസോൾട്ടിന്റെ ഭാഗത്തേക്ക് ഇത് വരുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ജിൻഡോ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പുറത്തു നിൽക്കുന്ന ആൾക്കാരിൽ ആരൊക്കെയോ വിരൽ ചൂണ്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നോറയാണെന്ന് തോന്നുന്നു. ജാസ്മിനെതിരെ വിരൽ ചൂണ്ടുന്നുണ്ട്, അയാളെ തല്ലിയതിനെതിരായിട്ട്. അപ്പോൾ ഇതിനി അടുത്ത ദിവസം ഫിസിക്കൽ അസോൾട്ട് എന്ന പ്രശ്നത്തിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും ജാസ്മിൻ കണക്ക് പറയേണ്ടി വരും. പക്ഷേ ജിൻഡോ അതിന് തയ്യാറാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനെ ഒരു ഗെയിമാക്കി മാറ്റാൻ അദ്ദേഹം അത്രമാത്രം അങ്ങോട്ട് തരം താഴില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രിയിൽ ജയിലിനുള്ളിൽ ജാസ്മിനും ജിൻഡോയ്ക്കും ഉറക്കമില്ല. ഇത് കാണാൻ വേണ്ടി പുറത്തൊരു കൂട്ടം ആൾക്കാർ കാത്തുകെട്ടി അതിന്റെ വാതിക്കൽ കിടക്കുകയാണ്. ഇവിടുത്തെ സംഘർഷം എന്തായി തീരും എന്നറിയുവാൻ വേണ്ടി. അതെ, എപ്പിസോഡിൽ സംഭവം വരും, അത് കാണാൻ വേണ്ടി നമ്മളും കാത്തിരിക്കുകയാണ്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.